രാഷ്ട്രീയ വിഷം, കൊടും വിഷം, ഒരു സംശയവും വേണ്ട. ഈ ഷാഫിപ്പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു. പറഞ്ഞു നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. എന്നെ പുകട്ടരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. മത്തായി റെഡിയാ സാർ, ഇനി തുടങ്ങിക്കോ. അപ്പൊ ഇന്ന് എന്നെ ഇടിച്ചു തോർപ്പിക്കും. ഒന്ന് സാറുമാരെ, മത്തായി പാവമാ. മത്തായി സത്യമേ പറയൂ. ഫ്ലാഷ് ബാക്ക്. ആ ടീച്ചർക്കെതിരെ ആരും മത്സരിച്ചോട്ടെ, പക്ഷെ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിൽ ആകണ്ടേ. നീ കാര്യമായിട്ട് പറയുവാണോ? വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഈ ജനാവലിയെ സാക്ഷി നിർത്തി കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണ്, ഒരു സംശയവും വേണ്ട. ഈ ഷാഫിപ്പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. നല്ല അടി കൊള്ളാത്തതിന്റെ കേടാ. ആവർത്തിച്ചു ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫിപ്പറമ്പിൽ. ശശിയെ തീ എന്നാണ് ഈ പറയുന്നത്? രാഷ്ട്രീയ വിഷം, കൊടും വിഷം. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അങ്ങനെ അങ്ങ് തൂക്കി പോയാലോ? വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് റെഡ് എൻകൗണ്ടേഴ്സ്, റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നെന്ന് പോലീസ്. ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഇത് ഇടത് സൈബർ ഗ്രൂപ്പുകൾ എന്നാണ് നിഗമനം. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. റെഡ് എൻകൗണ്ടേഴ്സിൽ നിന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പറ്റിപ്പോയി സാർ, പറ്റിപ്പോയി. ഇതിലൊന്നും ഒരു തെറ്റുമില്ല സാറ്. ഇതൊക്കെ ആണേലും മത്തായി പാവമാ സാറ്. പിന്നെ ചുരുട്ടി കിടക്കണം. ഇവരെ ആരും നിങ്ങൾ ചേർത്ത് പിടിക്കണ്ട. ഇവർ ഇങ്ങനത്തെ രീതിയിൽ ജീവിക്കണം. അവരുടെ സംസ്കാരങ്ങളാണ്, നമ്മളതിനെ ചോദ്യം ചെയ്യില്ല. നമ്മൾ വന്നപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം.